ഗൈസ്, കൗശല്യ ശുഭ്രഭ രാധസന്ധ്യ പ്രവർത്തതി. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. സോ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ പറയല്ലേ, ഞാൻ രാവിലെ രാത്രി വരെ കാണിച്ചു കൂട്ടുന്ന മണാട്ടുകാരാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ അപ്പോൾ രാവിലെ ഞാൻ ഉറക്കണിക്കാണ് ഗൈസ്. എല്ലാവരും രാവിലെ ഉറക്കണിക്കായിരിക്കും അല്ലേ? പ്രത്യേകിച്ചൊരു സംഭവം അല്ലാതെ അറിയാം. സംഭവം ഞാൻ ഉറക്കണിച്ചത് കാരണം എൻ്റെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുക്കളാണ്. ഇനി ഭയങ്കര ചൊറിച്ചില്ല കേട്ടോ, കാലിൻ്റെ അവിടെയൊക്കെ. അങ്ങനെ അത് ഭയങ്കര ചൊറിച്ച. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ എണീറ്റല്ലേ, ഞാൻ കുറച്ചുകൂടെ ഉറങ്ങുമായിരുന്നു. അതിന് ശേഷം എൻ്റെ 4-3-7 രോമം ഞാൻ കുടുമി പോലെ വാരി കെട്ടി വെച്ചിട്ട് ഞാൻ കറുവപ്പട്ട ഇട്ട വെള്ളം കുടിക്കും. കാരണം കറുവപ്പട്ട ഇട്ട വെള്ളം എന്തുകൊണ്ട് നല്ലതാണ്, നമ്മുടെ ബോഡി ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഞാനിപ്പോൾ കുറേ നാളെ 1-2 മാസമായിട്ട് കറുവപ്പട്ട ഇട്ട വെള്ളം കുടിക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിലോട്ടാണ് പോകുന്നത്. എണീറ്റ് പോയി പല്ലൊക്കെ തേച്ചതിന് ശേഷം ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ റോസ് പെറ്റൽ പൗഡറും പിന്നെ തൈരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള റോസ് പെറ്റൽ പൗഡർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പർപ്പിൾ നൈക്കയിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. സോ അത് ഒരെണ്ണം അതിട്ടിട്ട് തൈരും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫേസിലിടണം. കാരണം എൻ്റെ ഫേസിൽ 2-3 പിമ്പിൾസ് ഉണ്ട്, ഇച്ചിരി നല്ല ഇൻഫ്ലമേഷനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഇൻഫ്ലമേഷനൊക്കെ റെഡ്നെസ്സും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാക്ക് രാവിലെ ഇട്ട് കൊടുത്തത്. കാരണം ഇന്ന് എങ്ങും പോകുന്നില്ല, എന്ന് എനിക്ക് വേറെ പരിപാടികളൊന്നുമില്ല. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തു എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഞാൻ ബ്ലൂ ലൈറ്റിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാണ്. പിന്നെ അതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്കതൊരു സീനാണ്. അപ്പം ഞാൻ സൺസ്ക്രീൻ എന്തായാലും മസ്റ്റായിട്ട് ഞാൻ ഇട്ട് കൊടുക്കും. SPF 30 ഒക്കെ ഉള്ള സൺസ്ക്രീൻ ഇട്ട് കൊടുക്കും. പുറത്തിറങ്ങുമ്പോൾ 50+. അതിനുശേഷം ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്: ഇഡലി സാമ്പാർ, ആദർശവട ഗർഭ അല്ല വെറും ഇഡലി സാമ്പാർ ഗർഭ. അതിനുശേഷം മുന്തിരിയുണ്ട്, ഓറഞ്ചും ഉണ്ട്. സീസണൽ ഫ്രൂട്ട്സ് ആണ്. ഇപ്പം ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്ന 2 സാധനങ്ങളാണ് മുന്തിരി ഓറഞ്ചും എന്ന് പറയുന്നത്. പിന്നെ ഇഡലി സാമ്പാർ കുറേ നാളായി ഗൈസ്. ഇഡലി സാമ്പാർ എൻ്റെ അനിയത്തിക്ക് ഇഡലി സാമ്പാർ ഗർഭ എന്ന് പറഞ്ഞിട്ട് അമ്മ വെച്ചു കൊടുത്തിട്ടാണ്. ഞാനും ഒരു മുണിങ്ങി അടിപൊളിയായിരുന്നു എൻ്റെ അമ്മയുടെ സാമ്പാർ ഗൈസ്. ഞാനൊക്കെ എത്ര സാമ്പാർ കിടിലായിട്ട് വെച്ചാൽ ഇതിൻ്റെ മുമ്പിൽ വെറും 0. അത്ര അടിപൊളി സാമ്പാറാണ് എൻ്റെ സാമ്പാർ. ഇഡലി സാമ്പാറും അതൊക്കെ കഴിച്ചു. സോ ഇത് നല്ല അടിപൊളിയായിട്ട് വയറ് നിറപ്പിച്ച് കഴിക്കണം. കാരണം ഇനി ഉച്ചയ്ക്ക് ആഹാരം. പിന്നെ ഡെയിലി വരുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കണേ എന്നുള്ളത്. പുറമേയുള്ള സ്കിൻ കെയർ പോലെ തന്നെ അകമയും ഞാൻ ഒരു സംഭവം എടുക്കുന്നുണ്ട്. നാച്ചുറൽ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരു ഡ്രിങ്ക് കൺസ്യൂം ചെയ്യുന്നുണ്ട്. റോസ് പെറ്റൽസ് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യും. ആൻഡ് പോമിഗ്രാനൈറ്റ് ഹൈറലോണിക് ആസിഡ് വരും. ആൻഡ് ശതാവരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാൻ നാച്ചുറലി ഗ്ലൂട്ടാത്തയോൺ പ്രൊമോട്ട് ചെയ്യും. മുലേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും കുറയ്ക്കും. അലോവേര വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ നാച്ചുറലും ഉണ്ട്. ആൻഡ് ബീട്രൂട്ട് നമ്മളെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതെല്ലാം കൂടെ ഒരു ദിവസം അരച്ച് കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല. സോ നിങ്ങൾക്ക് ഈ ഒരു കപ്പീവയുടെ സ്കിൻ ഫുഡ് ഗ്ലോ മിക്സ് യൂസ് ചെയ്യാം. ആൻഡ് നോക്കുകയാണെങ്കിൽ ഇത് പറയണ പോലെ തന്നെയാണ്, സ്കിൻ ഫുഡാണ്. ആൻഡ് നോക്കുകയാണെങ്കിൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ഇൻഗ്രീഡിയൻസ്, 11 മാത്രമല്ല 11-ലധികം ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആക്കും. അത് മാത്രമല്ല ഗൈസ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർലി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 months കൊണ്ട് സ്കിൻ ഭയങ്കര ഡിഫറൻസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ആൻഡ് ഇത് 100% നാച്ചുറലാണ്. സോ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 100 ml വാട്ടർ എടുക്കുക. അതിനകത്തോട്ട് ഇതേപോലെ ഒരു സാഷിൽ പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മളിത് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും നല്ല അബ്സോർപ്ഷൻ നടന്നിട്ട് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇതൊരു അടിപൊളി സാധനമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് വൈസ് ആയാലും നല്ല ഭയങ്കര ഒരു പ്ലസൻറ്റ് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് പിന്നെ നിങ്ങൾ ഗംഗ 15 എന്ന കോൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് 15% ഓഫ് കപ്പീവയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാനും സൺടാനും പിഗ്മെൻറ്റേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടും സ്കിന്നൊക്കെ നല്ല നല്ല തുടാക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ കുറേ കൊടുത്തിട്ട് കാര്യമില്ല, അതേപോലെ നമ്മൾ അകമയും കൊടുക്കണം. കാരണം നമ്മൾ അകമേ കൊടുക്കും തോറും നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ 100% നാച്ചുറൽ ആണ്, ആയുർവേദിക് ആണ്, പ്ലാന്റ് ബേസ്ഡ് ആണ്. നോ ആഡഡ് ഷുഗേഴ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെയില്ല. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ ഒക്കെ അവൈലബിൾ ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
സോ ഗൈസ് നമ്മുടെ പരിപാടിയെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് വീഡിയോ എടുക്കാണ്ടായിരുന്നു, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തോണ്ടിരുന്നു. അതിനുശേഷം ഞാൻ നേരെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അതിനുശേഷം ഡ്രസ്സ് ഒരു വീഡിയോ എടുത്തോണ്ടേ ഡ്രസ്സ് മാറ്റും. നമ്മൾ ഊണ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് കഴിച്ചത് ഇതൊക്കെയാണ് ഗൈസ്. ഒരു അടിപൊളി ഊണാണ് കഴിച്ചത്. നമുക്ക് കഴിക്കാൻ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ ക്ലിപ്പ് വരുന്നുള്ളൂ ഗൈസ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ എന്താണ് കഴിക്കുന്നുള്ളത് കാണിച്ചു തരാം. കഴിക്കാനുള്ളത് ചോറ്, സാമ്പാർ, അച്ചാർ, മീൻകറി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് ഉള്ള ആഹാരം. സോ കുറേ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഭയങ്കര ഉച്ചയ്ക്കൊക്കെ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. പക്ഷേ ഞാൻ നിർത്തിയതിനൊരു കാരണമുണ്ട്. അത് ഞാനൊരു പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്തിടാം ഗൈസ്. കാരണം റീസെൻ്റ്ലി എനിക്കൊരു അസുഖമുണ്ടെന്ന് കണ്ടുപിടിച്ചു ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിതാണ് കഴിക്കുന്നത്. ഇത് കഴിച്ച് നല്ല ഫൊണ്ണനായിട്ട് വയറൊക്കെ നിറപ്പിച്ച് വയ്ക്കും. കാരണം ഇനി നമുക്ക് അടുത്തത് വൈകിട്ട് രാത്രിയുള്ള ഇനി അടുത്ത ആഹാരം എന്ന് പറയണത്. സോ അതിന് ശേഷം പിന്നെ എഗെയിൻ ഞാൻ പോയി എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. ഇതും കുറച്ച് വീഡിയോ കുറച്ച് ഒരു ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അത് വീഡിയോ എടുത്തതിന് ശേഷം നമുക്കൊരു 3-4 മണിയായപ്പോഴത്തേക്ക് ഞാൻ ചായ ഇപ്പം കുടിക്കൂല. അതിന് പകരം ഗ്രീൻ ടീ ആണ് ഞാൻ എടുത്തത്. അടിപൊളിയാണ് ഗ്രീൻ ടീ. ഇപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു, എനിക്ക് ഭയങ്കര ഒരുമായിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോൾ എനിക്ക് സത്യം ഭയങ്കര നമുക്ക് തന്നെ അറിയാൻ പറ്റും ബോഡിക്ക് ഉണ്ടാവണ എന്തോ ഒരു വലിയൊരു മാറ്റം നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഗ്രീൻ ടീ കുടിച്ചു. അപ്പോഴത്തേക്കും നമുക്കൊരു ഉന്മേഷം കിട്ടും. നമുക്കൊരു പടക്കുതിരയെ പോലൊക്കെ ഒരു ഉന്മേഷം കിട്ടിയിട്ട് നമുക്ക് കുറേ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്റ്റീവ് ആവും നമ്മൾ. കാരണം ഞാൻ വിചാരിച്ചത് ഈ ജാനുവരി ഡിസംബർ മാസം ഭയങ്കര മടിയുള്ള മാസം അല്ല ഗൈസ്. മടിയുള്ളത് എൻ്റെ അസുഖം കൊണ്ടായിരുന്നു. എനിക്ക് മടിയൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ വീഡിയോയിൽ പറഞ്ഞു തരാം. കാരണം അത് കുറച്ച് സംഭവം കൂടെ കിട്ടാണ്ട് അതുകൂടെ കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ അവിടെ നിന്ന് മൊണാട്ട് പാട്ടൊക്കെ പാടി എന്തൊക്കെ എക്സ്പ്രഷൻ ഉണ്ട് പേടിക്കില്ല ഗൈസ്. എനിക്ക് ടിക്ടോക്ക് ഭ്രാന്താണ് ഇടയ്ക്ക് വെച്ചിട്ട്. എനിക്ക് പണ്ടത്തെ ടിക്ടോക്ക് കാര്യം എൻ്റെ പുറത്ത് വരും. എന്നിട്ട് ഞാൻ ഇതാണ് മൊണാട്ട് എക്സ്പ്രഷൻ എന്തിനു നിന്നും ബരമിനിയും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പാടിക്കൊണ്ടൊക്കെ ഇരിക്കും. സോ ഗ്രീൻ ടീ ഈസ് നിങ്ങൾ ജസ്റ്റ് ഒരു ദിവസത്തെ ഈ പാലും ചായയൊക്കെ ഒഴിവാക്കി. സത്യം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാനത് ഒഴിവാക്കിയില്ലെങ്കിൽ എൻ്റെ കാര്യം നല്ല ഗതികിടലാവും എന്നുള്ളത് കൊണ്ട് ഞാനത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കി ഗ്രീൻ ടീയിലോട്ട് ചാടി. അതിനുശേഷം നൈറ്റ് എനിക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഞാൻ പോയി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മേലേ കഴിയുള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് രാത്രിയിലത്തെ നമ്മൾ ഇന്നെടുത്ത വീഡിയോസും എല്ലാം എഡിറ്റ് ചെയ്യേണ്ടായിരുന്നു. പിന്നെ വർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. എല്ലാം എഡിറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ കണ്ണാടി വെച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിനെ ബാധിക്കും, കാഴ്ച ബാധിക്കും, കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നിനെ ബാധിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് നമുക്ക് ഇതിട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കണ്ണാടി വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യണം. ഞാൻ ലെൻസ് കാർട്ട് ഉണ്ട്, പവറൊന്നുമില്ല. ലെൻസ് കാർട്ടിൽ പോയിട്ട് ഞാൻ പറയും UV ആൻഡ് ബ്ലൂ ലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയും അവരടുത്ത്. അപ്പോൾ അതിനനുസരിച്ച് ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഞാൻ ഓൺലൈനല്ല, ഞാൻ നേരെ അവരെ ഷോപ്പിൽ പോയിട്ടാണ് കേട്ടോ വാങ്ങണത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ വച്ചൊക്കെ നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യണം. അതിന് ശേഷം ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി കിടക്കും. പിന്നെ എന്തെങ്കിലും സിനിമയൊക്കെ കാണാണ്ട് ഞാൻ സിനിമയൊക്കെ കാണും, സീരീസ് കാണാണ്ട് ഞാൻ സീരീസൊക്കെ കാണും. പറഞ്ഞപ്പോഴേ എനിക്ക് ഉറക്കം വരണം. സോ അങ്ങനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് സീരീസൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞ് ബോയൊക്കെ അങ്ങെടുത്ത് വെച്ച്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് മയങ്ങട്ടെ ഗൈസ്. അപ്പോൾ ഒരാൾ ഡ്രോ തുറക്കുന്നുണ്ട്, അനിയത്തിയാണ്, സ്കിൻ കെയർ ചെയ്യാൻ വന്നതാണ്. എന്തിനു നിന്നും ബരമിനിയും. ഓക്കെ, ഇനി നമുക്ക് ഉറങ്ങാം ഗൈസ്. ഇനി എനിക്കൊന്ന് ഉറങ്ങണം, നന്നായിട്ട് ഉറങ്ങണം. രാവിലെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. സോ ഗൈസ്, ടാറ്റാ, ബൈ ബൈ.